സീക്രട്സ് ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വർഷങ്ങളോളം തങ്ങളുടെ മകൾ എന്ന് കരുതി വളർത്തിയ പെൺകുട്ടി തങ്ങളുടെ ആരുമല്ല എന്ന് അറിഞ്ഞാലോ? അതെ, അത്തരം ഒരു അവസ്ഥയിൽ എത്തപ്പെട്ടിരിക്കുകയാണ് ചൈനയിൽ ഒരു കുടുംബം. മകൾ കൗമാരപ്രായത്തിൽ എത്തിയപ്പോഴാണ് പിതാവിന് ഒരു സംശയം ഉടലെടുത്തത്. തൻ്റെ മകൾക്ക് തൻ്റെ നിറമോ രൂപമോ ഒന്നും തന്നെയില്ല. അവൾക്ക് താനുമായി യാതൊരു രൂപസാദൃശ്യവുമില്ല. ഇവൾ അതീവ സുന്ദരിയുമാണ്. ഇവൾ എൻ്റെ മകൾ തന്നെയാണോ? പതിയെ ആ സംശയം ഭാര്യയിലേക്കും നീണ്ടു. പക്ഷെ ഭാര്യ ഇത് സമ്മതിക്കുവാൻ കൂട്ടാക്കിയില്ല. ഭർത്താവിൻ്റെ സംശയം ദിനം പ്രതി കൂടിക്കൂടി വന്നു. മദ്യപിച്ച് വഴക്ക് പതിവായി. ഒടുവിൽ മകളുടെ DNA പരിശോധന നടത്തുന്നത് വരെയായി കാര്യങ്ങൾ. DNA പരിശോധന നടത്തിയ പിതാവിന് ഒരു കാര്യം വ്യക്തമായി. ഇവൾ തൻ്റെ മകളല്ല. പിന്നെ എന്താണ് സംഭവിക്കുകയെന്ന് പറയേണ്ടതില്ലല്ലോ. സഹികെട്ട മാതാവ് തൻ്റെ മകളെയും കൂട്ടി വീട് വിട്ടിറങ്ങി. അവർ വിയറ്റ്നാമിലെ ഹനോയിലേക്ക് താമസം മാറി. മകളെ അവിടെ ഒരു പുതിയ സ്കൂളിൽ ചേർക്കുകയും ചെയ്തു. ദിവസങ്ങൾ കടന്നു പോകവേ മകൾക്കൊരു കൂട്ടുകാരിയെ കിട്ടി. അവർ വളരെ അടുത്ത സുഹൃത്തുക്കളായി മാറാൻ അധിക ദിവസമൊന്നും വേണ്ടി വന്നില്ല. ഇവിടെ ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ പെൺകുട്ടിയുടെയും അവളുടെ കൂട്ടുകാരിയുടെയും ജന്മദിനവും ജന്മസ്ഥലവും എല്ലാം ഒന്നു തന്നെയായിരുന്നു. അങ്ങനെയിരിക്കെ അവരുടെ ജന്മദിനം വന്നെത്തി. ജന്മദിനം ഒന്നിച്ചാഘോഷിക്കുവാൻ ഇരു കുടുംബങ്ങളും തീരുമാനിച്ചു. മകളുടെ കൂട്ടുകാരിയെ കണ്ട ആ മാതാവ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. തൻ്റെ ചെറുപ്പത്തിലെ അതേ രൂപമായിരുന്നു ആ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നത്. ഇരു വീട്ടുകാരും DNA പരിശോധന നടത്തുവാൻ തീരുമാനിച്ചു. ഒടുവിൽ DNA പരിശോധനാ ഫലം വന്നപ്പോൾ ഒരു കാര്യം വ്യക്തമായി. എല്ലാവരുടെയും സംശയം ശരിയായിരുന്നു. അതെ, കുട്ടികൾ മാറിപ്പോയിരിക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് ഒരേ ഹോസ്പിറ്റലിൽ ഒരേ ദിനമായിരുന്നു ഇരുവരുടെയും ജനനം. ഹോസ്പിറ്റൽ ജീവനക്കാരുടെ അനാസ്ഥ മൂലം കുട്ടികൾ മാറിപ്പോയതാവാം. ഇത്രയും വർഷങ്ങൾ തങ്ങളുടെ പൊന്നോമനകളായി വളർത്തി വലുതാക്കിയ പെൺകുട്ടികൾ തങ്ങളുടെ ആരുമല്ല എന്ന സത്യം ഇരു കുടുംബങ്ങളും തിരിച്ചറിയുകയായിരുന്നു. ഇത്തരത്തിലുള്ള കഥകൾ സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും നടക്കുന്നുണ്ട്, അല്ലേ? വിചിത്രമായിരിക്കുന്നു. ഇനി മറ്റൊരു കഥയുമായി ഉടൻ തന്നെ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ സൈനിങ് ഓഫ്.